ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ മൊബൈൽസിനെ കുറിച്ചുള്ള സംസാരമാണ് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ നോക്കിയാലും ട്രോളോ എന്ത് കാര്യം വന്നാലും ശരി മൊബൈൽസിനെ കുറിച്ച് തന്നെ ആയിരിക്കും. അതിനുള്ള കാരണം എന്താണെന്ന് അറിയാം. ഇതിനെ കൊണ്ട് ഓണപരിപാടിയിലുണ്ടെങ്കിൽ മുസ്ലിം പെൺകുട്ടികളുണ്ടെങ്കിൽ തട്ടമിട്ട് ഡാൻസ് കളിക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടായിരുന്നു ആദ്യമേ ഉണ്ടെങ്കിൽ മൊബൈൽസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അതിൻ്റെ വില അറിയത്തില്ല, ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒരുപാടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ മുസ്ലിം പെൺകുട്ടികൾ തന്നെ ഇവർക്കുണ്ടെങ്കിൽ മറുപടി കൊടുക്കുന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഹിജാബ് ഇട്ടുകൊണ്ട് പിന്നെ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് പിന്നെ സംസാരമായപ്പോഴത്തേക്ക് പിന്നെ മൊബൈൽസ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് മറുപടി എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ കാണിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കാണിച്ചു, പക്ഷേ ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കില്ലേ. ഒരു മതത്തിലുള്ളൊരു കാര്യമാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് രീതിയിലൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഈ മൊബൈൽസിനെതിരുണ്ടെങ്കിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഏത് വർഷം നോക്കിക്കഴിഞ്ഞാൽ വിഷു ആയിരുന്നാലും ഓണം ആയിരുന്നാലും ക്രിസ്മസ് ആയിരുന്നാലും ശരി, ഏത് ആഘോഷമായിരുന്നാലും ശരി, ഏതെങ്കിലും ഇതിനകത്തുള്ള ടീംസ് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് ശരിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ ആൾക്കാരുണ്ടെങ്കിൽ ഇത് കണക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് മതത്തിലായിരുന്നാലും ശരി, ആൾക്കാർക്കുണ്ടെങ്കിൽ സന്തോഷിക്കാൻ വേണ്ടി ഒരു ദിവസം ഉണ്ടായിരിക്കും. ഇത് കണക്ക് എന്തെങ്കിലും ഫെസ്റ്റിവൽ ആയിരിക്കും, അന്നായിരിക്കും ഉണ്ടെങ്കിൽ ഫാമിലിയെല്ലാം ഒത്തുകൂടുന്ന അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്ന ഒരു ദിവസം. അങ്ങനത്തെ ഉള്ള ദിവസങ്ങളിൽ വന്ന് ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ലെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ വരുന്നതായിരിക്കും. ഇതിൽ മെയിനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ 4ഓ 5ഓ നൂറ്റാണ്ടിൽ ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നും വിശ്വസിക്കുന്നുമുണ്ട്. നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുകയാണ്, എന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ളൊരു കാര്യങ്ങൾ വിശ്വസിച്ച് അതാണ് ശരി, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ചെയ്താൽ ശരിയെന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ ഒരുപാട് പേര് നടക്കുന്നുണ്ട്. അതെന്താ അങ്ങനത്തെ ഉള്ളൊരു മെൻറ്റാലിറ്റി എന്ന് മനസ്സിലാവില്ല. പക്ഷേ മെയിനായിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുന്ന സറൗണ്ടിങ്സിൻ്റെ ഒരു കാര്യം തന്നെയാണ്. ചെറുപ്പം തൊട്ടേ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കേട്ട് അതിൽ നിന്ന് വളർന്ന് വരുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ഓക്കെ ഇതാണ് ശരി, ഇതിലാ ശരി എന്നുള്ള രീതിയിൽ എല്ലാവരും വിചാരിക്കാറുണ്ട്. ഒരു മതം മാത്രമല്ല, എല്ലാ മതത്തിലും അങ്ങനെ വിചാരിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിലായിട്ടും അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പോലും ഉണ്ടെങ്കിൽ ബ്രെയിൻ യൂസ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഏതോ എന്നോ പറഞ്ഞത് അതും കേട്ടുണ്ടെങ്കിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഏത് മതമായിരുന്നാലും ശരി, ഏതിൻ്റെ ആചാര ആൾക്കാരായിരുന്നാലും ശരി, സ്വന്തം കാര്യം വരുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അവർ കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം അങ്ങ് ഊരി മാറ്റി വെക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെങ്ങാണ് നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്നുണ്ടെങ്കിൽ അവരുടെ കോമൺ സെൻസ് വർക്കാവും. ഇതൊക്കെ എങ്ങനെ വർക്കാവുന്നു, ഇതെന്തോ ശരിയാണെന്നോ, ഇവർക്കെന്തോ ബോധം ഇല്ലയോ എന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കുന്നതായിരിക്കും. പിന്നെ കുറേ പേരുണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇല്ല, ഏതോ കാലത്ത് ഏതോ ആൾക്കാരുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പോയതാണ്. അത് വിശ്വസിച്ച് ഇന്നും ആൾക്കാർ പോകുന്നുണ്ട്. അന്നത്തെ കാലത്തുണ്ടെങ്കിൽ അന്നത്തെ മനുഷ്യരുണ്ടെങ്കിൽ ഇന്നത്തെ കണക്ക് ഇത്ര ബുദ്ധിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളാണ് ഇന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ മനുഷ്യർ നോക്കിക്കഴിഞ്ഞാൽ ബ്രെയിൻ ഉണ്ടെങ്കിൽ അത്ര അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാലമാണ് നമ്മളത്. അന്നത്തെ കാലത്തുണ്ടെങ്കിൽ അത്ര വിവരമോ കാര്യങ്ങളൊന്നുമില്ല ആൾക്കാരാണ്. എന്തും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അഗ്രസീവായിട്ടുള്ള രീതിയിലായിരുന്നു ആൾക്കാർ അന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. സോ അന്നത്തെ കാലത്ത് ആൾക്കാരെ ഉണ്ടെങ്കിൽ അടക്കി നിർത്താനും അവർക്കുണ്ടെങ്കിൽ ഒരു പേടി വരുത്താനും വേണ്ടിയാണ് ഇതേപോലത്തുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സോ അന്നത്തെ കാലത്തുണ്ടെങ്കിൽ അത് നല്ലോണം ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടം വരെ വരാൻ സാധിച്ചിട്ടുണ്ട്. അതേ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് ദോഷം ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. സോ അങ്ങനെ അന്നത്തെ കാലത്ത് അത് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതവിടെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നും ഉണ്ടെങ്കിൽ വന്നിട്ട് ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, പണ്ടത്തെ കണക്കേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം നോക്കിയാൽ പോലും ഉണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് മൊബൈൽ യൂസ് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളതാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ആൾക്കാരുണ്ടെങ്കിൽ വരുന്നത് നമ്മൾ കാണാറുള്ളതാണ്. പണ്ടൊന്നും ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും അല്ല, ഇന്നത്തെ കാലത്ത് മൊബൈൽ യൂസ് ഭയങ്കര എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് സത്യം തന്നെയാണ്. കാരണം പണ്ടത്തെ കാലത്തുണ്ടെങ്കിൽ ഫോണൊന്നുമില്ല, അന്നത്തെ കാലത്ത് യൂസ് ചെയ്യാനും ഒന്നുമില്ല. ചുമ്മാ വീടിൻ്റെ വെളിയിറങ്ങി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കാം. ഈ കണ്ടുപിടുത്തം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്താണ് ഉണ്ടായത്. സോ ഇന്നത്തെ കാലത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പണ്ടത്തെ കാലത്ത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പണ്ട് ചെയ്യുന്നത് ശരി എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഓരോരുത്തർ പഴയ നൂറ്റാണ്ടിൽ ജീവിക്കുന്നവർ ഇന്നത്തെ കാലത്തും ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ വളർന്നു വരുന്ന സറൗണ്ടിങ്സിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ഏത് മതത്തിലും നല്ല ഏതെങ്കിലും ഓരോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുക, അതിനൊന്നും ഒരു കുഴപ്പമില്ല, നമുക്കത് സന്തോഷിക്കുന്നത്. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയുള്ളതാണ്. അത് കൂടെ ഉള്ളവർ ബാക്കിയുള്ളവരോട് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ എല്ലാ മതത്തിലായിരുന്നാലും ശരി നല്ല കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയുള്ളതെല്ലാം എടുത്ത് മാറ്റി വെക്കുക. അതൊക്കെ ഉണ്ടെങ്കിൽ പണ്ടത്തെ കാലത്ത് ഓരോ ആൾക്കാരുണ്ടെങ്കിൽ നമ്മളത്ര പോലും ബുദ്ധിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഓരോരോ എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇത് വിശ്വസിച്ച് ഇത് അങ്ങനെ ദൈവം എഴുതിയത് അല്ലെങ്കിൽ ഇതാണ് മെയിൻ എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. കാരണം ആ കുഴി തന്നെ കിടക്കുന്നതാണ്, അതിലൊരു മാറ്റമില്ല. ഇനി വരുന്ന തലമുറയെങ്കിലും ഇത് മനസ്സിലാക്കുക. ഇതൊക്കെ അന്നത്തെ കാലത്ത് മനുഷ്യരുണ്ടെങ്കിൽ അന്നത്തെ ആൾക്കാർക്ക് നല്ലതിന് വേണ്ടി എഴുതി വെച്ചതാണ്, അതന്ന് തീർന്നു. ഇന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയ തലമുറ ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകും. ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മല കയറുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിൽ സ്റ്റേഷനിലോട്ട് പോകുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു വണ്ടിക്കുണ്ടെങ്കിൽ എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി പിറകിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു കല്ലെടുത്ത് വെക്കുന്നതായിരിക്കും. കാരണം
ആ വണ്ടി ഉണ്ടെങ്കിൽ പിറവിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ സപ്പോർട്ടിന് വെക്കുന്ന ഒരു കല്ലാണ്. സോ അതുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഉപകാരമായിരിക്കും ഇങ്ങനെ റോഡിൽ വെച്ച് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആവശ്യവും കഴിഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ആ കല്ല് അവിടെ കിടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ പിറവെ വരുന്ന വണ്ടിയൊക്കെ ആയിരിക്കും അത് പ്രശ്നമാകുന്നത്. അതേ കണക്ക് തന്നെയാണ് പണ്ടത്തെ കാലത്തുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് അവർക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി ഓരോരോ കണ്ടുപിടിച്ചുകൊണ്ടാണ് എല്ലാ മതത്തിലെ കാര്യവും പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അത് ഉപകാരപ്പെട്ടു. പക്ഷേ ഇന്നത്തെ കാലത്ത് പുതിയ തലമുറ വരുമ്പോഴത്തേക്ക് ആ പിറവി വരുന്ന കാറ് പോലെയാണ്. ആ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ കിടക്കും. അതുകൊണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇത് കൊള്ളത്തില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് മാന്യമായിട്ട് ആ കല്ലെടുത്ത് മാറ്റുന്നത് എങ്ങനെയാണെന്നോ അതേ കണക്ക് തന്നെയാണ് ചില കാര്യങ്ങൾ. ഇതുകൊണ്ടെങ്കിൽ പണ്ടത്തെ കാലത്ത് ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിപരമായിട്ടുള്ളത് എഴുതി വെച്ചതാണ്. അത് തന്നെ ഇന്നും ഫോളോ ചെയ്യണമെന്നുള്ള രീതിയിലൊന്നുമില്ല. അതോടെ തന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇത് മനസ്സിലാവത്തില്ല. ഇതുണ്ടെങ്കിൽ ഇതിൽ തന്നെ കിടക്കുന്നവർക്കുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പറയുന്ന കള്ളമാണ്, അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഇത് വായിച്ചു നോക്കുക അത് വായിച്ചു നോക്കുക എന്ന് പറഞ്ഞ് ഓരോരോ താഴെ പഠിക്കും. കാരണം അവരുടെ ഇതിൽ തന്നെ കിടക്കും. പിന്നെ ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് ഈ ഇത് കണക്കുള്ള മതപരമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ വീഡിയോ ഇറക്കുന്നതായിരിക്കും. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി ഇത് തന്നെ. ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ളൊരു കാര്യം ഇല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല, വല്ലതും കഴിക്കാനും പറ്റില്ല. അവരുടെ അന്നം കൊടുക്കുന്നത് തന്നെ ഇതിലൂടെയാണ്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഇവരിങ്ങനെ സംസാരിക്കത്തുള്ളൂ. അത് അല്ലാതെ വേറെ ഒന്നും ചെയ്യത്തില്ല. ഇത് കാരണം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് പ്രശ്നം വരുമ്പോഴാണ് പ്രശ്നം. ഇപ്പോൾ ഇത് കണക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിശ്വസിക്കാനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ബാക്കിയുള്ളവരുടെ ഉണ്ടെങ്കിൽ സ്വകാര്യതയിലോട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്ക് കയറി പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും കുറേ ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് ഇല്ല. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. എന്തായിരുന്നാലും ശരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. അതോടെ തന്നെ എല്ലാ മതത്തിലായിരുന്നാലും ശരി നല്ലതുകൊണ്ട് ചീത്തയുണ്ട് ഇല്ലെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇന്ന് ഒരിക്കലും നമുക്കുണ്ടെങ്കിൽ മതം എന്ന് പറയുന്നത് എടുത്ത് മാറ്റാനേ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ആ ജീവിതം അതിൽ കൂടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിലൂടെ അത് കാരണം നല്ലത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ലത് തന്നെയാണ്. കാരണം ബാക്കിയുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അങ്ങനത്തെ ഉള്ളൊരു ധൈര്യം വേണം. കാരണം ഒരുപാട് പേർക്കുണ്ട് ഇതില്ലാതെ ധൈര്യത്തോടെ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് നല്ലത് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഇല്ലാത്ത കുറേ പേരുണ്ട്. ഇതുണ്ടെങ്കിൽ ഭയങ്കര എക്സ്ട്രീമായിട്ട് വിചാരിച്ചിട്ട് ഇത് തന്നെ വേണം, ഇതാണ് പഴയതാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നുള്ള വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കുണ്ടെങ്കിൽ എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. കാരണം ഇത്രയും വർഷം ഉണ്ടെങ്കിൽ ആ ഒരു ബ്രെയിൻ ഉണ്ടെങ്കിൽ ഇതിലൂടെ തന്നെ ഉണ്ടെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ ഇത് കണക്ക് ചുറ്റിനുള്ള ആൾക്കാർ ഇത് കേട്ട് അത് എന്തുവെന്ന് വിശ്വസിച്ച് വരുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ആഘോഷങ്ങളെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നു ചേരാൻ വേണ്ടിയാണ് എല്ലാ ആഘോഷങ്ങളും. ഒരു ആഘോഷങ്ങൾ മാത്രമല്ല എല്ലാ ആഘോഷങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മളിവിടെ നല്ലോണം സോഷ്യലൈസ് ചെയ്യാനും നല്ല ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനും നല്ല രീതിയിലുണ്ടെങ്കിൽ ആഘോഷിക്കാനുമാണ് ഇതേണത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് കൊണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് പ്രശ്നമാണ്, നിങ്ങൾ മേലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഒന്നും കിട്ടത്തില്ല എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇവരുടെ അടുത്ത് മേലും താഴെയെങ്കിലും പ്രത്യേകിച്ച് അങ്ങനത്തെ ഉള്ള ഒരു കാര്യമില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഇതും വിശ്വസിച്ച് ജീവിതകാലം മുഴുവനും ഇരിക്കും. അത് അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ അത് നിനക്ക് എന്താ ഉറപ്പ്, നിനക്ക് മേലിൽ പോകുമ്പോൾ കിട്ടും അങ്ങനെ എന്നുള്ള രീതിയിൽ വിശ്വസിച്ച് മണ്ടത്തരം പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അതേ സമയത്തുണ്ട് ഈ അൻസാരി ഇത് ഉസ്താദ് തന്നെയൊക്കെ പോലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ എല്ലാ മതത്തെയും ഉണ്ടെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും ഉണ്ടെങ്കിൽ ഒരേ കണക്കിരിക്കണം. നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റേറ്റുകളെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മതക്കാരും ഒരുമിച്ച് എല്ലാം ആഘോഷിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോഴും ഇവിടെ ഉണ്ടെങ്കിൽ മതത്തിൻ്റെ പ്രശ്നങ്ങളില്ലെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. എല്ലാവർക്കും അവരവരുടെ മതം തന്നെയാണ് വലുത്. പക്ഷേ എന്നാൽ പോലും ഉണ്ടെങ്കിൽ ബാക്കിയുള്ളൊരു മതത്തിന് സ്പേസ് കൊടുക്കുക, അവരുടെ ആഘോഷിക്കുന്നത് നമ്മുടെ നാട്ടിൽ കേരളത്തിലാണ് ഒരു പ്രത്യേകമായിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊക്കെ ട്രാവൽ ചെയ്തവർക്കറിയാം അങ്ങനത്തെ ഒന്നും ഇല്ല. ബാക്കിയുള്ള അവിടെ ചെന്ന് കഴിഞ്ഞാൽ രണ്ട് മതക്കാരുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതാണ് മെയിനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്കിവിടെ ഉണ്ട്. അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതേ കണക്ക് കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ഉണ്ടെങ്കിൽ ഒരു 18, 16 അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചുകൊണ്ട് അതേ അന്നത്തെ കാലത്ത് ചെയ്യുന്നത് തന്നെ ഇന്നും ചെയ്യണം, അന്നത്തെ കാലത്ത് കണക്ക് നിൽക്കുന്നത് തന്നെ ഇന്നും ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഉണ്ടെങ്കിൽ ഇത്രയും നമ്മൾ വളർന്ന് ഇത്രയും ഒരു വികസനം നമുക്ക് വരാൻ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ വെളിയിൽ വന്ന് ചിന്തിച്ചവരുടെ ഒരു കാര്യം കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇതിൽ തന്നെ ഈ പൊട്ടം കിണറ്റി കിടക്കുന്നവർക്ക് ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനത്തെ ഉള്ള ജീവിതം പോയിരുന്നെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഒരു വളർച്ചയെ വരത്തില്ല. ഇതിന് വേണ്ടി ഇതിൽ നിന്ന് വെളിയിൽ വരാൻ വേണ്ടി ഒരുപാട് പേര് ഒരുപാട് രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട്. അവരെ അല്ല ഇങ്ങനത്തെ ഉള്ള വിശ്വാസത്തിലുണ്ടായിരുന്നവരും അല്ലെങ്കിൽ പൊട്ടത്തരം കാണിച്ചവരും ഉണ്ടെങ്കിൽ അവരെ വകവരുത്തി അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പേര് മാറി ചിന്തിച്ച് അല്ലെങ്കിൽ എങ്ങനെയോ രക്ഷപ്പെട്ട് ഓരോരോ ചിന്താഗതിയും കാര്യങ്ങളും കൊണ്ടുവന്നുകൊണ്ടാണ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ ഒരു വികസനത്തിലേക്ക് വന്നത്. സോ എൻ്റെ ഒരു കാര്യം പറയാനുണ്ടായി, ഇനി ആരും എന്ത് പറഞ്ഞാലും ശരി നിങ്ങൾ മനസ്സിലാക്കും. ഇതൊക്കെ ഉണ്ടെങ്കിൽ പണ്ടത്തെ കാലത്ത് ആൾക്കാർ എഴുതി ഉണ്ടാക്കിയ ഒരു കാര്യം മാത്രമാണ്. നല്ലത് മാത്രം എടുക്കുക, ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിടുക. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. നിങ്ങൾക്ക് സന്തോഷം തരുന്നോ, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്നോ അത് മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ളവർക്ക് ഉപകാരമുണ്ടെങ്കിൽ അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഉപദ്രവമായി മാറിക്കഴിഞ്ഞാൽ ഇതാണ് ശരി, ഇത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും കറക്റ്റുള്ളൊരു കാര്യമേ അല്ല.